എടുക്കാൻ പറയണ വണ്ടി. നമ്മളെ നാട്ടിൽ നിന്ന് വേദം കൂടിയ പൊലയൻ ചാത്തന്റെ മോനല്ലത്? പൊലയനല്ല, ക്രിസ്ത്യാനിയ, സണ്ണി വർഗീസ്. എന്താ ചെറുപ്പത്തിൽ ഈ ചെക്കൻ കുഞ്ഞിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന് എത്ര കഞ്ഞിയും ചോറും വാങ്ങി കഴിച്ചാന്നറിയോ? നന്ദില്ലാത്ത ജാതി, കണ്ടിട്ടൊന്നും മിണ്ടിയ പോലില്ല. അവന്റെ ഒരു കാൽസായും തൊപ്പിയും പത്രാസും. അനാവശ്യമൊന്നും പറയണ്ട, അവൻ ഇവിടുത്തെ റേഞ്ച് ഓഫീസറാ. അച്ഛനോട് എത്ര തവണയായി പറയുന്നു? നിന്റെ തന്ത ഇവിടുത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആണോ റേഞ്ചറെ സ്ഥലം മാറ്റാൻ? ഇതുപോലെ ഏറ്റുമുട്ടി നാണം കിടുന്നതിന് പകരം വല്ല കള്ളോ വെള്ളോ വാങ്ങിച്ചു കൊടുത്താലേ വശത്താക്കാൻ ശ്രമിക്ക്. ഇതുവരെ അതിന് കഴിഞ്ഞില്ലല്ലോ നിനക്ക്. നാളത്തെ കോയിലെടുക്കാൻ ചന്ദനത്തടയില്ലെന്ന് സർക്കാർ കോട്ടയം കാത്തിരുന്ന ഫാക്ടറി കൂട്ടേണ്ടി വരും. എന്താ അതിന് ഞാൻ തന്നെ പോണോ? വേണ്ട. അച്ഛന്റെ വഴിയിലേക്ക് തന്നെ മോനെ വിടുകയാണോ? കാട്ടിലെ തടി മോഷ്ടിക്കാനും കേസിനും കയ്യേറ്റത്തിനും. എടീ, നാട്ടുകാരെന്നെ വിളിക്കുന്നത് കാട്ടുരാജാവെന്ന. എന്റെ മോനെ ഞാൻ കാട്ടിലെ ചക്രവർത്തിയാക്കും. നീ പോയി നിന്റെ പണി നോക്ക്. നമ്മുടെ ആളിലാരെങ്കിലും ഉണ്ടോ അവിടെ? നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായിക്കോളും. ബാലകൃഷ്ണൻ അടിയന്തരായിട്ട് ആ റേഞ്ച് ഓഫീസർ പോയി ഒന്ന് കാണണം. എന്തിന്? എനിക്ക് അയാളെ കാണേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞമ്മക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ലോകിക്കാരാണെന്ന് ഞമ്മക്കറിയാം. എല്ലാ കഥയും മൂപ്പൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ തറവാട്ടില് അടിയാളന്മാരെ പണിയെടുത്തവരാണ് അങ്ങയുടെ അപ്പം കാരണവന്മാരെന്നും ഒരുപാട് സഹായം ആ വീട്ടുകാര് അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവൻ നേരായിട്ട് ഇന്ന് പ്രത്യേകം കാണണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ വെക്കോളി, ഇല്ലെങ്കിൽ എല്ലാം കെട്ടിപ്പെറുക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. മൂപ്പരുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല. ഞാൻ ജീപ്പ് തരാം. വേണ്ട, ഇവിടെ അടുത്തല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാവിലെ റോട്ടുമേൽ തുടങ്ങിയതാ. നാളെ അവന്മാർ എവിടെയാ വെച്ച് കിട്ടാന്ന് ആർക്കറിയാം? എല്ലാ കോപ്പിലും ഇത് പതിവാ. മരം വെട്ടാൻ വരുമ്പോ സ്ഥലത്തിനില്ലാത്ത അവകാശവും പറഞ്ഞ് വഴിമുടക്കാൻ ചിലരെത്തും. ചില്ലറ കാശ് കെട്ടാനാ. ഒരു കൊല്ലത്തേക്കല്ലേ ലേലം. കേസിന് പോയാൽ വിധി പറയാൻ വർഷങ്ങളാവും. അവിടെ ശക്തി കൊണ്ടേ ജയിക്കാനും. ഈ തർക്കത്തിനിടയിൽ ഞാൻ അവിടെ വെച്ച് ബാലനോട് സ്നേഹമോ പരിചയമോ കാണിച്ചാൽ അതൊരു ചേരുതിരിവായി മറ്റുള്ളവർ കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ബാ. ഇരിക്കൂ. നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു എന്നറിഞ്ഞു. അമ്മയും ബാലകൃഷ്ണൻ തറവാട്ടിലല്ലേ? അതെ. വേണ്ട. അപ്പോ അമ്മയ്ക്കാരാ കൂട്ട്? ആരുമില്ല. ബാലൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ആദ്യത്തെ ശ്രമത്തിൽ ഓർമ്മയുണ്ടല്ലോ, ഇന്റർവ്യൂവിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നേക്കാൾ മാർക്ക് കുറവായിട്ടും തനിക്ക് ജോലി കിട്ടി. സവർണനായതുകൊണ്ട് എന്നെ തട്ടിപ്പോയി. സത്യത്തിൽ ഒരു നായരായി ജനിച്ചതിൽ അന്നാണ് എനിക്ക് ദുഃഖം തോന്നിയത്. പിന്നെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഒന്നും തരപ്പെട്ടില്ല. നൗ ഐ ആം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ് ജോബ്. കഴിക്കൂ. മൂപ്പം പറഞ്ഞ കാര്യത്തിൽ സണ്ണിയുടെ സഹായം വേണം. ഷുവർ. നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ വേണ്ടത് ചെയ്തു തരും. ജോസ് എന്നാണ് പേര്. ആദിവാസികളുടെ ഇടയിൽ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. എ ഫിയർലെസ് സോഷ്യൽ വർക്കർ. അനക്കൊരു ചെറിയ വയറിളക്കം വന്നാ അങ്ങേര് കിടന്ന് ചാവുമല്ലോ. ബാക്കിയുള്ളതിന് 3 ദിവസം ഇളക്കം തുടങ്ങിയിട്ട്. പുള്ളിക്കാരന് വല്ല അനക്കമുണ്ടോ? വേടാർക്ക് കൊമ്പും വായില്ലാത്തതുണ്ടോ അന്നെ പോലെ? എന്തിളക്കാന്ന് ആര് കണ്ട് ഭഗവാനെ? നാടനോ കാടനോ ഓളറിയോ എന്താന്ന്? മിസ്റ്റർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആനയുടെ ആളല്ലേ നിങ്ങൾ? അതെ പാപ്പാൻ. ആ, ഞാൻ കണ്ടു ആനയും തെളിച്ച് വരുന്നത്. ഇന്ന് നിങ്ങളുടെ ജോലിയൊന്നും നടന്നില്ലേ? നാളെയും മുടങ്ങും പണി.
ആ രാഘവ പണിക്കരെ പിണക്കി ഇവിടെ ആരും വാഴാൻ നോക്കണ്ട. അയാളൊരു മുഷ്കനാ. അപ്പൊ ഇനി കുഴപ്പമുണ്ടാവോ? സംശയം എന്താ? ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കാം മധ്യസ്ഥനായിട്ട്. ഞാൻ മാനേജറെ വിളിക്കാം. വേണ്ട, അതിനുമുമ്പ് എനിക്കല്ല കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ ആരാ മനസ്സിലായില്ല? കോഷി. കോശിയോ? കോഷി ചെറിയാൻ. ആ, ഈ മലയിൽ നിങ്ങളെ പോലെ തടി വെട്ടാൻ വരുന്നവരുണ്ട്, കക്കാൻ വേറെയും. കച്ചവടത്തിനും ശിക്കാറിനും എത്തും ചിലര്. ഇവന്മാർക്കെല്ലാം ഈ കോശിയുടെ സഹായം വേണ്ടി വരും. വെടിയിറച്ചി ഇഷ്ടമാണോ? മാന്, മുയല്, കുയില്, മയില്. ഈ കാട്ടിൽ മയിലുണ്ടോ? ഇറങ്ങി വന്നാ കാണിച്ചു തരാം. ഈ തണുപ്പത്തിപ്പോ തണുപ്പൊക്കെ നമുക്ക് മാറ്റാം. ഒന്ന് വാസനിച്ച് നോക്കി. എന്റെ ഗുരുവായൂരപ്പ, ഇവനെ തേടി എവിടെയല്ല നടന്നു. കശുമാങ്ങ വാറ്റിയതാ സാധനം. എങ്ങനുണ്ട്? ഒരു കവളിറക്കി നോക്കാതെ എങ്ങനെ പറയാം? ഇറക്കാം. തൽക്കാലം തണുപ്പ് മാറ്റാൻ എവനെ ഒന്ന് പിടിച്ചോ. അസൽ കഞ്ചാവാ, ഇവിടെ നട്ടു തനിച്ച് വളർത്തിയതാ. നമ്മുടെ പേര് പറഞ്ഞില്ല. കേളു നായർ. കേളുകാരെന്ന് വിളിക്കും. അമ്മത്താ വഴി നോക്കിയാ ഞാനും നായരാ. അപ്പനപ്പൂപ്പന്മാര് മുഴുവൻ നമ്പൂരിമാരായിരുന്നു. തോമസ് ലീഗ കേട്ടിട്ടുണ്ടോ? അടിവാരത്ത് ബ്രാൻഡ് ഷോപ്പ് നടത്തണേ. അത് തോമസ് ആൻഡ് സൺസ്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പുണ്യാളന്റെ പേരാ, സെന്റ് തോമസ്. അങ്ങേര് മാമോദിസ മുഖ്യ കുടുംബമാണ് എന്റേത്. ബാക്കി ഈ മലയിൽ കാണുന്ന നസ്രാണികൾ മുഴുവനും പറയരെയും പൊലേരെയും അടക്കം എന്റെ കാരണവന്മാര് മാർഗം ചേർത്തതാ. ഏതാ ഈ പന്തക്കാര്? ഇന്നലെ വഴക്കുണ്ടാക്കാൻ വന്ന പാർട്ടിയാണോ? എന്റെ ഈശോമാരെ ഔസേപ്പെ ചതിച്ചോ? ആ രാഘവ പണിക്കരുടെ ഉണ്ടകളാവും. ഇന്ന് വെട്ടും കുത്തും നടക്കുമല്ലോ. എന്റെ കർത്താവ് തമ്പുരാനെ, എന്റെ കൈ വിടുക. ഓടിയാ വെടിവെക്കും. പതിഞ്ഞോ? എന്റെ ഗുരുവായൂരപ്പ, രക്ഷിക്കണേ ഭഗവാനെ. ആരാ ബാലകൃഷ്ണൻ? ഞാനാ. റേഞ്ചർ സാർ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പണിക്ക് കുറച്ചുപേരെ തരാൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കണ്ട് സംസാരിക്കാനായി ഏൽപ്പിച്ചത്. ആ, മാനേജറുടെ വിളിക്ക്. കേളുന്നേര് പേടിക്കണ്ട, നീ വാന്നേ. ഇവന്മാര് ആദിവാസികളാ. അപ്പ സംസാരിക്കുന്നതോ? അത് ജോസ്. ഈ കാടന്മാരുടെ നേതാവായതുകൊണ്ട് ഇവനെ ആദിവാസി ജോസ് എന്നാ വിളിക്കുന്നത്. വല്ലാത്തതാ കുപ്പി. എന്റെ കർത്താവേ, കഞ്ചാവിന്റെ പുറത്ത് ചാരായോ. ദേശത്തെ മുതലാളിമാരുടെ പാടത്തും പറമ്പത്തും രാപ്പകൽ ഉഴച്ചവരായിരുന്നു ഇവർ. അവിടുത്തെ സുഖം കൊണ്ട് പൊറുതി മുട്ടിയാ വിട്ടുപോകുന്നത്. അതുപോലെ നിങ്ങളും ഇവരെ സൂചിപ്പിച്ചേക്കരുത്. ഇല്ല, ചെയ്ത ജോലിക്ക് ഈ ലഹരി ഇറങ്ങട്ടെ. കഞ്ചാവാണ്, അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ കുഴി മണ്ണിലല്ലേ? ഇന്നലത്തെ അമലൊക്കെ മാറിയോ ആയരെ? ബാലകൃഷ്ണരെ തീറ്റയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയാ കൂട്ടിലേക്ക് എന്താ ഒരു മടി കയ്യിൽ കൊണ്ട് മേടിച്ചു. ഇവിടെ വാ, ഇവിടെ വാ. കാടാണെങ്കിൽ ഇവിടെ പന കുറവാ. നിങ്ങളുടെ ആനയ്ക്ക് പട്ട കിട്ടാൻ പ്രയാസമാവും. ഇയാള് പറഞ്ഞ എല്ലാ പറ്റുമെന്ന് നോക്കാം. ചെൽവി,
നിന്റെ കണവനൊന്ന് കൈ കാശ് കിട്ടുന്ന ദിവസമാ. രാത്രി കള്ളു അടിച്ചോണ്ടെന്ന് എന്നോട് പറയണം കേട്ടോ. മുത്തുവിന്റെ പെണ്ണ. ആ എവിടേക്കാ ഇവര് പോകുന്നത്? വിറക് പറക്കാൻ. കെട്ടിന് 10 രൂപ വെച്ച് കിട്ടും. ഫോറസ്റ്റുകാരി എന്താ കുഴപ്പമാ? തടി മോട്ടിക്കുന്നവരമാര് പിടിക്കില്ല. ചുള്ളിക്കം എടുക്കുന്നില്ല എതിർപ്പ്. യശ്മ അട്ട അട്ട ചുണ്ണാമ്പില്ലേ നിലവിൽ? അരുത്, പിടിച്ചു വലിക്കാതെ. മാംസം അടക്കം പോരും. കൊതുക് പോലല്ല. അട്ട കടിച്ചാൽ ആളറിയത്തില്ല. വേദനയില്ലല്ലോ. എങ്ങനെയാ ഇതിനെ പിടിക്കുന്നത്? ഒരു തരം ഇലയുണ്ട്, അരച്ചു വെച്ചാൽ പോകും. മുതലാളി ആളയച്ചൊക്കെ നീന്താണ് വരാതെ. എനിക്ക് വേറെ വേല ഇருக்கு. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു. ഇല്ല നിന്നെ ഞാൻ കൊന്നുകളെ. ഒന്നിട്ട് എന്താ കാര്യം റസാക്കി? കാട്ടാനാണെങ്കിൽ കൊമ്പ് കിട്ടും. ഇവന്റെ ഇറച്ചി കഴിക്കുമോ നിങ്ങൾ? നീ പോടാ. മുതലാളിയോട് മുൻകൂർ പണം വാങ്ങിച്ചിട്ട് പുറമെ പണിയാൻ ഞാൻ വിടില്ല. നടക്കടാ. അങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. വഴക്കണ്ട. താൻ ഈ കുപ്പി പണിക്ക് വന്നതല്ലേ? ഇക്കാര്യത്തിൽ ഇടപെടണ്ട. മാറാൻ മാറടാ. കിളിയെ വെടിവെക്കുന്ന തൂക്കം കൊണ്ട് നടക്കുക, ആളുകളെ പേടിപ്പിക്കാൻ അല്ലേ? പോലീസുകാരും ഫോറസ്റ്റുകാരും അങ്ങയുടെ ഭാഗത്തേ നിൽക്കും. ഈ മുത്തുവിന്റെ കല്യാണത്തിന് പണിക്കർ കടം കൊടുത്തതാ 2 പറ നെല്ല് 100 രൂപയും. അതിന് കഴിഞ്ഞ 6 മാസം ഇവർ അങ്ങേർക്ക് എല്ല് മുറിയ പണിയെടുത്ത് കൊടുത്തതാ, 1/4 കാശ് കൂലി വാങ്ങിക്കാതെ. എന്നിട്ടും കടം തീർന്നില്ലെന്ന്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ തിടുക്കത്തിന് വല്ല നക്കാപ്പിച്ച കൊടുത്ത് എറണാടക കഴിച്ച് കുരുക്കിടും. ആ പേരിൽ അടിമപ്പണി ചെയ്യിക്കാൻ സർക്കാർ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പണിക്കരും കൂട്ടരും കൈയടക്കിയത് ഇതുപോലെ. എന്റെ പെങ്ങളാ അന്നക്കുട്ടി. കപ്പ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഇയാൾ കഴിക്കുവോ? പിന്നെന്താ, കൂപ്പിലെന്നും കപ്പയും കഞ്ഞിയല്ലേ. ബാലകൃഷ്ണന്റെ കഥകളൊക്കെ റേഞ്ചർ സാർ പറഞ്ഞു. എങ്ങനെയാ ഈ കാട്ടിൽ കഴിയുന്നത്? നിങ്ങളൊക്കെ ഇവിടെയല്ലേ ജീവിക്കുന്നത്? ആ, ഇന്ന് നിങ്ങൾ ഇടപെട്ടത് കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കന്നുകാലികളുടെ കൂടെ പണിക്കരുടെ തൊടുത്തി കിടപ്പായിരിക്കുമ്പോ മുത്തു. അതിനിനിയും അവന്മാര് വരില്ലെന്ന് ഉറപ്പിക്കണ്ട. അന്ന പറഞ്ഞത് നേരെ. വെടികൊണ്ട പന്നിയെപ്പോലെ അവന്മാർ ഇനിയും വന്നേക്കും. ബാലകൃഷ്ണനോടാവും കൂടുതൽ പക. ഇയാൾ സൂക്ഷിക്കണം. പറയുന്ന ആളും കരുതിക്കും. ആ പണിക്കരോട് വഴക്കിട്ടവരാരും ഇതുവരെ നേടിയിട്ടില്ല. അറിയാവില്ല അങ്ങനെ സ്വഭാവം. ആ, താനല്ലടോ മലയുടെ മുഴ മൂപ്പൻ. യശമാ പുറമണിക്ക് തന്നെ കോളേജിൽ പോയില്ലേ ചിലര്? കെഞ്ചി കേട്ട യശമാ പോകക്കൂടാന്ന്. അതുക്ക് മേലെ എനക്ക് എന്നാ ചെയ്യ മുടിയും? എന്നെ തോപ്പിച്ച് നിങ്ങൾ ഈ മലയെ കഴിയുന്ന എനിക്കൊന്ന് കാണണം. யசமா என் மேல கோபப்படாதுங்க. என் ஜாதிக்கு இப்ப நான் இல்ல. இந்த ஊர்ல ஒரு ஜோசண்ணன் இருக்குல்ல, அவர் தான் பெரியவர். அவர் சொன்னா தான் கேட்கும். കാളിയപ്പം പൊയ്ക്കോ. ശരി യശമാ. ജോസിനിപ്പം വിഷം കൂടിയിരിക്കുക. ആ കൂപ്പുകാരെ സഹായത്തിന് കിട്ടിയ മൂച്ച അവിടെ പണിയുന്ന ഒരുത്തിന് നമ്മുടെ റസാക്കിനെ തല്ലിയത്. ചാക്കോ കേട്ടില്ലേ? ഉവ് അപ്പൊ ഇനി പോവില്ലല്ലേ? വണ്ടി കേടാ ഞങ്ങൾ എന്ത് ചെയ്യാന്? ആ കാശ് വാങ്ങിയവരൊക്കെ ഇറങ്ങിക്കേ. ഇത് കുട്ടിയുടെ അല്ലേ? ഓ താങ്ക്സ്. ഇനിയിപ്പോ എന്താ ചെയ്യാ വരപ്പ? അടുത്ത ബസ്സിന് പോവുക തന്നെ. വൈകിട്ട് 4:30 ഉള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇരുട്ടാവത്രേ. എന്റെ കുഴാരപ്പാ വലഞ്ഞോ? ഞാൻ നടക്കുക. ഇവിടുന്ന് ഒരു നാഴിക പോയ ജീപ്പ് കിട്ടും. ടാക്സി വരുന്നു. അതാ ഇവിടെ കാത്തിരിക്കുന്നതിലും ഭേദം അല്ലേ വരപ്പാരെ? ആ എന്നാ നടന്നോളൂ. നാടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്നത് കാട്ടിലല്ലേ? നരിയും പുലിയും ഒക്കെ ഉണ്ടാവും ഞാൻ അവിടെ.
എന്റെ മോൻ എങ്ങനെയാ അവിടെ കഴിയണാവോ? പേടിക്കണ്ട, കോനും കൊല്ലിയും ഈ വക ജന്തുക്കളൊന്നും ഇല്ല. ഓ, ആശ്വാസായി. വേലപ്പായരെ, ആ പെട്ടി വാങ്ങിച്ചോളൂ കയ്യിന്ന്. വേണ്ട, ഈ വളവ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലമായി. കുട്ടിയെ പരിചയപ്പെട്ടിട്ട് സന്തോഷമായി. സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എനിക്ക്. ശ്രീദേവി, നീ എന്താ ടാക്സിയിൽ കണ്ട പീറകൾ കള്ളച്ചാരായം കടത്തുന്ന ജീപ്പ് യാത്ര ചെയ്യാൻ സുഖം തോന്നിയോ നിനക്ക്? വിളിച്ചു പറഞ്ഞിരുന്നേ കാർ അയക്കില്ലായിരുന്നു ഞാൻ. പെട്ടെന്ന് കോളേജ് അടച്ചത്. യൂണിവേഴ്സിറ്റി സമരം മേലിൽ ആവർത്തിക്കരുത്, മനസ്സിലായില്ലേ? വാമോളെ, ഇന്ന് കാലത്തളകിയത് ഈ കലി. ആരോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് ആർക്കറിയാം? ഈ കേളുകാരെ വേണം ഇതിനൊക്കെ പറയാൻ. ഞാനെന്ത് ചെയ്തു? നിങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടാവും, അല്ലാതെ അമ്മ ഇവിടെ എത്തില്ല. അതേടാ, പെറ്റമ്മയോട് നിനക്കുള്ള പോലെ വൈരാഗ്യം ഇയാൾക്ക് എന്നോടില്ല. അതുകൊണ്ടാവും അറിയിച്ചു. അറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ പുറപ്പെട്ടെ? പിന്നെ ഞാൻ അവിടെ ആരെ കാത്തിരിക്കുന്നോടാ? ഈ അമ്മയെ ആരെ ഏൽപ്പിച്ചിട്ട് നീ അവിടെ ഇറങ്ങി തിരിച്ചത്? പറയാ. ഞാൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞെന്ന് കരുതി എന്നോട് പിണങ്ങി പോന്നില്ലേ നീ? ഈ അമ്മയ്ക്ക് നീ അല്ലാതെ മറ്റാരുണ്ടടാ മോനെ? എനിക്ക് മറ്റാരാ ഉള്ളത് എന്നെ ശാസിക്കാൻ? അമ്മയല്ലാതെ. അതിന് പണങ്ങോ ഞാൻ? എന്റെ പ്രായത്തിലുള്ള ഒരാൾ ജോലി ചെയ്യണം, അധ്വാനം ജീവിക്കണം എന്ന് അമ്മ അന്ന് ഉപദേശിച്ചു. അതനുസരിക്കല്ലേ ഞാൻ ചെയ്തുള്ളൂ. വേണ്ട മോനെ, അതിന് ഈ കാട്ടിൽ നിന്നെ ഞാൻ വിടില്ല. കാലാകാലം ഇവിടെ താമസിക്കാനല്ല, ഏറ്റെടുത്ത ജോലി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അമ്മ പോയിക്കോളൂ. ഇല്ല, നീ ഇവിടെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ കഴിയും. അത് വിഷമാവും. ഇല്ല, കാര്യമായിട്ട് താമസിക്കാൻ തന്നെയാ. ഈ കാട്ടിലെത്രയാ കൊതു, അട്ട വേറി, തേള്, പാമ്പ്, കരടി, പുലി, സിംഹം, പിന്നെ പെരുമ്പാമ്പൊക്കെ ഉണ്ട്. അത്ര കേളുവായര് എന്നെ പേടിപ്പിക്കുകയാണോ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഈ കാറ്റും തണുപ്പും ഒന്നും ഇവിടുത്തെ ദേഹക്കൂറിന് പിടിക്കില്ല എന്ന് എനിക്ക് അസലായിട്ട് അറിയാം. നമ്മളെ കൊണ്ട് അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ജോലി കഴിഞ്ഞാൽ മകൻ അവിടെ എത്തുമല്ലോ. പോരാ, അച്ഛന്റെ ശ്രാദ്ധത്തിന് നീ വീട്ടിൽ വരണം. ഇവിടെ ബലീറ്റാ പോരാ. ബാലിന് ഓർമ്മയുണ്ടല്ലോ ദിവസം? വരാം. പോവാൻ ഉറച്ചാ ഇപ്പൊ തന്നെ ഇറങ്ങിയ ബസ്സുണ്ട്. കേളാരോടെ പോന്നു? അല്ല, അമ്മയെ നാട്ടിൽ വിട്ടിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾ പോകേണ്ടത് വിനയന്റെ അടുത്തേക്കാ. അവൻ എവിടെയാ തളച്ചിരിക്കുന്നത്? തളച്ചിട്ടില്ല, അമ്മയെ കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ. കാട്ടിലേക്ക് മേയാൻ വിട്ടിരിക്കുക. എന്നാ നിങ്ങളും പോണം മേയാൻ. അല്ല, അമ്മയെ ബസ് കയറ്റാൻ. ഞാൻ പോകുന്നുണ്ട്. അല്ല, ഒരാൾ കൊണ്ടുവാക്കണം, അത് അത്രേ ഉള്ളൂ. ആ, വരട്ടെ. രാഘവ പണിക്കരയിച്ച വാടക ഗുണ്ടകളാണ് ബാലനെ കയ്യേറ്റം ചെയ്തത്. ഭാഗ്യം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടതേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ആണോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു കുഴപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ബാലൻ. ഇല്ല സണ്ണി, ഞാൻ പോവില്ല. ഒരു ജോലി ചെയ്ത് പിഴയ്ക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ആദിവാസികളെ രക്ഷിക്കലോ കള്ളത്തട്ടി പിടിക്കലോ സോഷ്യൽ റിഫോർമേഷനോ ഒന്നും എന്റെ പ്രൊഫഷൻ അല്ല. ഞാനത് ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ട് ഒരു കാരണമില്ലാതെ അവന്മാരെന്നെ. ആ സമയത്ത് വഴിപോക്കർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ശവം നിങ്ങൾക്ക് ആ മലയെ കാണാമായിരുന്നു. ഇതിന് പകരം ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല.
ആ പണിക്കരോട് നേരിട്ട് തന്നെ. അരുത് ബാലൻ. മതിച്ചു വരുന്ന ഒരു ആനയെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. സാറ് പറഞ്ഞത് ശരിയാണ്. നേരിട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല, കഴിയുമെങ്കിൽ മറ്റു വഴിക്ക് വേണേ എതിർക്കാൻ. പണിക്കരുടെ ശക്തി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. പൊന്നും വൈരവും മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുന്നവരെ മാഫിയ ഗ്യാങ് എന്ന് വിളിക്കാറില്ലേ? കേരളത്തിൽ ആ പേര് വനം കൊള്ളക്കാർക്കാണ് ചേരുക. ഇടുക്കിയിലും അട്ടപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലും അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേദിയിൽ വനനശീകരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കാട് സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ദേശത്തെ പ്രമാണികൾ, ഇവരിൽ എത്ര പേർ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരിൽ കരുത്തും ക്രൂരതയും കൂടിയ കറുത്ത ക്രോസിക്കനാണ് ഈ പണിക്കർ. ബാലൻ മാത്രമല്ല, ജോസും കൂടി അറിയാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നാട്ടുകാരനാണ്. പണിക്കരെ എനിക്കറിയാം സർ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു നാഴികകളെ ചേടിക്കുന്നിൽ 17 പേരുടെ ജീവൻ ഒടുക്കിയ ഒരു ഉരുൾപൊട്ടൽ സാർ കേട്ടിട്ടുണ്ടാവും. ആ കുന്നിന്റെ അടിവാരം കൊത്തിക്കിളച്ച് നട്ടും വിതച്ചും അലലില്ലാതെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു സാർ എന്റേത്. അപ്പന്റെ അധ്വാനം മുഴുവൻ പൂവും കായും വിരിഞ്ഞു കാണാൻ കൊതിയോടെ കാത്തിരുന്നവരായിരുന്നു ഞങ്ങൾ. 17 വർഷം മുമ്പ് ഒരു രാത്രി അതെല്ലാം പോയി. ഇരുട്ടിൽ കടപുഴകി വന്ന പാറയും മണ്ണും മലവെള്ളവും എന്റെ അപ്പനെയും അമ്മയെയും അനിയനെയും അടക്കം എല്ലാം കൊണ്ടുപോയി സർ. തകർന്ന പുല്ലുമാടത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചതുകൊണ്ട് മുലകുടി മാറാത്ത എന്റെ പെങ്ങളും ഞാനും രക്ഷപ്പെട്ടു. ഇന്നെവിടെയെല്ലാം ഉരുൾപൊട്ടിയാലും മനുഷ്യന് ജീവനോടെ കുഴിച്ചു മൂടിയാലും പലർക്കും അതൊരു വാർത്തയല്ല. സർക്കാർ പോലും അതിന്റെ കാരണം തിരക്കില്ല. പക്ഷെ ആ ദുരന്തം അനുഭവിച്ച ഞാൻ ഓർക്കും സർ, നടുക്കത്തോടെ. ആ ചേടിക്കുന്നിന്റെ മുകളിൽ തോട്ടവളയിറക്കാൻ കാട് വെട്ടി തെളിച്ച ഈ പണിക്കാണ് എന്റെ കുടുംബം തകർത്തത്. മണ്ണിൽ വേരുറച്ച മരം വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് മണ്ണൊലിച്ച് ഉരുൾപൊട്ടിയത്. പണിക്കരെ ഞാൻ പേടിക്കില്ല സർ. പകയോടെ അയാൾക്കെതിരായി പൊരുതുകയുള്ളൂ. നിങ്ങളുടെ രക്ഷയോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ തടി മോഷ്ടിക്കാൻ ഞാൻ ആർക്കും കൂട്ടു നിൽക്കില്ല. തടയാനേ ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ എനിക്കത് എളുപ്പമാണ്. ഈ കാട് മറ്റാരെക്കാളും എനിക്കറിയാം. രാവും പകലും ഇതിനകത്ത് എവിടെയൊക്കെ കളവ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാം. സാർ തടയുമോ? തീർച്ചയായും. പൗരബോധം ഉണർത്തിയ പൊളിറ്റിക്കൽ മൈൻഡും റെവല്യൂഷൻ തോട്ടും സ്വാധീനിച്ചല്ല ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും. എങ്കിൽ അഗ്നി സാക്ഷിയായി ഈ മലയിൽ നിന്ന് ഒരു കഷണം തടി പോലും കടത്തിക്കൊണ്ടുപോകാൻ നാം അനുവദിക്കില്ല. സത്യം. സത്യം. സത്യം.